CPI മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് നിർത്തിവച്ച എറണാകുളത്തെ മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് പൂർത്തിയായി. മരട്, പുത്തൻകുരിശ് അടക്കമുള്ള വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. പ്രതിഷേധത്തിന് പിന്നാലെ കുന്നത്തുനാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു. CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് നടത്താൻ കഴിയാതെ പോയ തൃക്കാക്കര, തൃപ്പൂണിത്തുറ, പിറവം, കുന്നത്തുനാട് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സാണ് 2 ദിവസങ്ങളിലായി നടന്നത്. ഇന്നും കോൺഗ്രസ് പ്രതിഷേധം ഘടിപ്പിച്ചു. കുന്നത്തുനാട് മണ്ഡലത്തിലെ പുത്തൻകുരിശിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. 20-ലധികം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മരടിൽ കരിങ്കൊടി കാണിച്ച 7 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് നേതാവ് രാജു പി നായർ അടക്കമുള്ള 13 പേരെ തൃപ്പൂണിത്തുറ പോലീസ് കരുതൽ തടങ്കലിലാക്കി. മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴിയിൽ കറുത്ത ഷർട്ടിട്ട് നിന്നവരെയും പോലീസ് നീക്കം ചെയ്തു. പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചായിരുന്നു നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെ അവസാന പ്രസംഗം. പ്രതിപക്ഷ നേതാവിന്റെ ആ അതിമോഹമൊന്നും ഇവിടെ ചെലവാകില്ല എന്ന് മാത്രമേ ഇത് ഞങ്ങള് ഈ സംരക്ഷണത്തിനാണ് ചെറുപ്പക്കാർ വരെ കുട്ടികൾ വരെയുള്ള എല്ലാ തരത്തിലും പെട്ട ആൾക്കാർ ഇവിടെ അടങ്ങിയിട്ടുണ്ട്. അവരെ ആകെ നേരിട്ട് കളിക്കുന്നതാണോ? നേരിട്ടത് അവരെയല്ലേ? യൂത്ത് കോൺഗ്രസ് കുന്നത്തുനാട് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിൽ പ്രതിഷേധിച്ച് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തു. ഹൈബി ഈഡൻ MP, MLA മാരായ ഉമാ തോമസ്, അൻവർ സാദത്ത്, TJ വിനോദ്, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർക്കെതിരെയാണ് കേസ്. മുന്നോട്ട് വെച്ച ലക്ഷ്യം ഫലം കണ്ടുവെന്ന വിശ്വാസത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര അവസാനിപ്പിച്ചത്. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം നടന്ന നവകേരള സദസ്സ് കനത്ത പ്രതിഷേധങ്ങൾക്കും വേദിയായി. കൊച്ചിയിൽ നിന്ന് SS ശരൺ, മീഡിയ 1.